ഹലോ വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ കുഞ്ഞു പൂച്ചകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ റൊട്ടീനൊക്കെ ഇന്ന് മാറും കേട്ടോ. രാവിലെ എന്നും അല്ലെങ്കിൽ നമ്മൾ രാവിലെ അവർക്ക് ഫുഡ് കൊടുത്ത് വെള്ളവും കൊടുത്ത് ലീറ്ററും ക്ലീനാക്കി കയറിപ്പോരുക പതിവ്. പക്ഷേ ഇവർ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ഡ്യൂട്ടി ഉണ്ട്. 2 ദിവസം കൂടുമ്പോൾ ഇവരുടെ അവർ കിടന്ന ഇതുണ്ടല്ലോ തുണി അത് മാറ്റി കൊടുക്കണം. എന്തായാലും അവർ കിടന്നിട്ട് മൂത്രമൊഴിക്കുകയൊക്കെ ചെറുതാണെങ്കിലും ആ തുണിയൊക്കെ നനയത്തില്ലേ. അപ്പോൾ ഞാൻ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും മാറാം, അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പം ഇത് ചേഞ്ചാക്കി വേറെ വയ്ക്കും. അപ്പം ഒട്ടുമിക്ക തുണികളും എൻ്റെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മോളുടെ പഴയ ഉടുപ്പുകളൊക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ അവർക്ക് ബോക്സിനകത്ത് അടിയിലിങ്ങനെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. എന്തായാലും അവർക്ക് ചൂടൊക്കെ കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ 2 ദിവസം കൂടുമ്പോൾ മാറും. അപ്പോൾ ഞാൻ ഇന്നത് മാറാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ കിറ്റാക്കുട്ടി മാറി തരത്തില്ല കേട്ടോ. ഈ വിളക്ക് നമ്മൾ കുഞ്ഞുങ്ങളെ എടുക്കുന്ന അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. പൊതുവെ അവളെ എടുക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ അവളെ കുഞ്ഞുങ്ങളെ എടുക്കുന്നതും അവൾക്ക് അത്ര ഇഷ്ടമായിരിക്കത്തില്ല. പക്ഷെ പിന്നെ നമ്മളെ അങ്ങനെ ഉപദ്രവിക്കത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവൾക്കറിയാം എന്നാൽ ഞാനിങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണെന്നൊക്കെ അറിയാമെന്ന് തോന്നും. ഇപ്പോൾ കുറച്ച് ദിവസം അങ്ങനെ ആയപ്പോൾ അവളങ്ങനെ ഇപ്പോൾ മടിയൊന്നും കാണിക്കാറില്ല. എന്തായാലും ഇറങ്ങി മാറി തന്നു കേട്ടോ. അപ്പോൾ ഞാൻ പഴയ തുണി മാറ്റി പുതിയതിനകത്ത് കുഞ്ഞുങ്ങളെല്ലാം എടുത്ത് വെച്ച്, പിന്നെ അവരങ്ങനെ ഇപ്പോൾ മൂവിയായിരുന്നു ആയിട്ടില്ല കേട്ടോ. അങ്ങനെ വട്ടം കറങ്ങുന്ന ആ പരുവൊന്നും ആയിട്ടില്ല. കണ്ണിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തുറന്നിട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിങ്ങനെ അങ്ങനെ അനങ്ങത്തൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാനത് തിരിച്ച് ബോക്സിനകത്ത് തന്നെ എല്ലാവരെയും കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പം അങ്ങനെ അതിൽ മറ്റ് നമ്മൾ സാധാ നാടൻ കുഞ്ഞുങ്ങളാവുമ്പം ഭയങ്കരമായിട്ട് കരയുകയൊക്കെ ചെയ്യും, നല്ല സൗണ്ടൊക്കെ ഉണ്ടാവുമല്ലോ. ഈ കുഞ്ഞുങ്ങൾ അങ്ങനെ അധികം സൗണ്ടില്ല. സൗണ്ട് ഉള്ളതുകൊണ്ട് ഇതിലൊരു വെള്ളയുണ്ട്, അതിനൊരു വിധം നല്ല സൗണ്ടുണ്ട്. ഈ കറുപ്പിനൊക്കെ തീരെ സൗണ്ടില്ല. മിക്ക അതുങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ 2 ജിഞ്ചർ കുട്ടികൾ, അതുങ്ങൾ 2 പേർക്ക് സൗണ്ടില്ല. ആ ലെവിക്ക് ഇപ്പോൾ ഇത്ര കുറേ വലുതായിട്ടുണ്ട്, അവൻ 6-7 മാസത്തോളമായിട്ടുണ്ട്. അവനും ഇപ്പോഴും സൗണ്ടൊന്നുമില്ല, ചെറിയ രീതിയിലാണ് ഇങ്ങനെ ഇവരെ കരയുന്നൊക്കെ. അപ്പം ഇവരെല്ലാം ഞാൻ തിരിച്ചെടുത്ത് വെച്ച് അപ്പം തന്നെ കിറ്റാക്കുട്ടി ആ പെട്ടിക്കകത്ത് ചാടി കയറി കഴിഞ്ഞു. അവൾക്ക് വന്ന എല്ലാം ഒരു ഇൻസ്പെക്ഷനുണ്ട്, എല്ലാം ശരിയാണോ എന്ന് നോക്കുന്ന പോലെ എല്ലായിടും ഒന്ന് വട്ടിങ്കറങ്ങി എല്ലാം ഒന്ന് നോക്കിയിട്ടൊക്കെയാണ് പുള്ളിക്കാരി ഇരിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ പോയോന്നൊരു നോട്ടമുണ്ട് കേട്ടോ. എല്ലാം ഓക്കെ ആയി നമ്മളെന്നെ നോക്കുക. എന്നിട്ടുണ്ട് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ എടുത്തല്ലോ, ഇനിയിപ്പോൾ അതുങ്ങളെല്ലാം നക്കി തുടയ്ക്കും. എല്ലാത്തിനെയും രാവിലെ ഒരു കുളിപ്പീര് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ ഞാൻ എടുത്തത് കൊണ്ട് വീണ്ടും അതിനെയെല്ലാം പിന്നെയും നക്കി തുടച്ച് പിന്നെയും എല്ലാം അങ്ങനെ കുളിപ്പിച്ച് വെക്കും. എന്താണെന്നറിയില്ല, ആരെങ്ങനെയായിരിക്കാം. പിന്നെ ഒരു കെട്ടിപ്പിടുത്തം ഉണ്ട് എല്ലാത്തിനെയും കൂടെ കിടന്നു കഴിയുമ്പോഴത്തേക്കും. ഇങ്ങനെ കണ്ടോ, ചെറുതായിട്ട് കാണാൻ തോന്നുന്നല്ലേ, കണ്ണിങ്ങനെ ജസ്റ്റ് ഒന്ന് തുറന്നു വന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഈ നടക്കാറായില്ലെങ്കിൽ ഇവരിങ്ങനെ ഇവളെ ദേഹത്തൂടെയൊക്കെ ഇങ്ങനെ പിടിച്ച് നടക്കാറുണ്ട്. പക്ഷെ അല്ലാതെ നമ്മൾ പുറത്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നടക്കാറൊന്നുമില്ല. അങ്ങനെ എല്ലാവരും സുന്ദരക്കുട്ടന്മാരായിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.